Dear students, already we discussed the basic concepts of statistics like meaning, definition, classification, tabulation, editing, presentation, interpretation and inferencing of data. So, അതിലെ ഒരു ഭാഗമായിരുന്നു ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ ആ വാക്കിൽ തന്നെയുണ്ട്. വാട്ട് ഈസ് ക്ലാസിഫിക്കേഷൻ? ക്ലാസിഫൈ ചെയ്യുക, ഒരു പ്രത്യേക ഫാക്ടർ അല്ലെങ്കിൽ ആട്രിബ്യൂട്ടിൻ്റെ ബേസിൽ ഡാറ്റയെ ഗ്രൂപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഡെഫിനിഷൻ പറയുന്നുണ്ട്, ദ പ്രോസസ് ഓഫ് ഗ്രൂപ്പിംഗ് large number of individual facts and observations on the basis of similarity among the items is called classification. കളക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഡാറ്റയിൽ ഒരേപോലെയുള്ള അല്ലെങ്കിൽ ഒരു ഹെഡിൽ കൊണ്ടുവരാൻ കഴിയുന്ന ഡാറ്റയെ ഒന്നിച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഗ്രൂപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്? ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അവിടെ എന്ത് സംഭവിക്കുന്നത്? കളക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഡാറ്റയെ ഡിവൈഡ് ചെയ്യപ്പെടുന്നു. ഡിവൈഡ് ഇൻറ്റു എ ഹോമോജീനിയസ് ഗ്രൂപ്പ്. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? ദ കളക്റ്റഡ് ഡാറ്റ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദെയർ ക്യാരക്ടറിസ്റ്റിക്സ്. അതിൻ്റെ പ്രത്യേകതയ്ക്കനുസരിച്ച് അതിനെ ക്ലാസിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ്, തരംതിരിക്കുന്ന പ്രോസസ്സാണ് എന്ത് ചെയ്യുന്നത്? ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു കോളേജിൽ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ബോയ്സും ഗേൾസും പഠിക്കുന്നു. അവർ ബികോം ഫസ്റ്റ് ഇയർ ഉണ്ട്, സെക്കൻഡ് ഇയർ ഉണ്ട്, ഫൈനൽ ഇയർ ഉണ്ട്. അപ്പോൾ ഇവിടെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് അല്ലെങ്കിൽ കോഴ്സ് റിലേറ്റഡും അതുപോലെ തന്നെ ജെൻഡർ റിലേറ്റഡുമായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നത്? കളക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഡാറ്റയെ ഏതെങ്കിലും ഒരു പ്രത്യേക ആട്രിബ്യൂട്ടിൻ്റെയോ ഫീച്ചറിൻ്റെയോ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പ് ചെയ്യുകയാണ്. സിമിലർ ആയിട്ടുള്ള ഡാറ്റയെല്ലാം ഒരു ഹെഡിൽ കൊണ്ടുവരുന്ന പ്രോസസ്സാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്തിനാണ് ഇത്തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ നടത്തുന്നത് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഒബ്ജക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടു സിംപ്ലിഫൈ ആൻഡ് കണ്ടൻസ് ലാർജ് ഡാറ്റ. വലിയ ഡാറ്റയെ ചെറുതാക്കി സംക്ഷിപ്തമാക്കി പെട്ടെന്ന് മനസ്സിലാവുന്ന രൂപത്തിൽ ലളിതമായി പ്രസൻറ്റ് ചെയ്യപ്പെടുന്നതിനാണ് ക്ലാസിഫിക്കേഷൻ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കോളേജിൽ തന്നെ കുറേ കുട്ടികളുണ്ട്, 3 ബ്രാഞ്ചുകളിലായിട്ട് കുറേ കുട്ടികളുണ്ട്. അപ്പോൾ നമ്മളതിനെ ക്ലാസിഫൈ ചെയ്യുന്നു. DCP പഠിക്കുന്ന ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ അല്ലെങ്കിൽ സെമസ്റ്റർ വൈസിൽ കുട്ടികളെ ക്ലാസിഫൈ ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വളരെ സിമ്പിളായിട്ട് ഒരു കുട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടി ഏത് ക്ലാസ്സിൽ ഏത് ബ്രാഞ്ചിൽ പഠിക്കുന്നു എന്നുള്ള വിവരം കൃത്യമായി കിട്ടും. സിംപ്ലിഫൈ ആൻഡ് കണ്ടൻസ് ഓഫ് ലാർജ് ഡാറ്റ. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രസൻറ്റ് ദ ഫാക്ട്സ് ടു ഈസിലി ഇൻ അണ്ടർസ്റ്റാൻഡബിൾ ഫോം. ഉപയോക്താക്കൾക്ക് അല്ലെങ്കിൽ ആ ഡാറ്റ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും ലളിതമായി മനസ്സിലാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ കമ്പയർ ചെയ്യുന്നതിന് ഇറ്റ് ഹെൽപ്സ് ടു അലോ കമ്പാരിസൺ. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്റർ മാർക്ക് ക്ലാസിഫൈ ചെയ്യുന്നു. സെക്കൻഡ് സെമസ്റ്ററിൽ പഠിക്കുന്ന കുട്ടികളുടെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ മാർക്ക്, അതുപോലെ തന്നെ ഇപ്പോൾ 4ാം സെമസ്റ്ററിൽ പഠിക്കുന്ന കുട്ടികളുടെ തേർഡ് സെമസ്റ്റർ മാർക്ക്, അതുപോലെ തന്നെ 6th സെമസ്റ്റർ പഠിക്കുന്ന കുട്ടികളുടെ 5th സെമസ്റ്ററിൻ്റെ മാർക്ക്. ഇതെല്ലാം ഒന്നിച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയില്ല. നേരെ മറിച്ച് ഓരോ സെമസ്റ്റർ വൈസ് എഴുതി അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഏത് ബാച്ചാണോ നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്തത് എന്ന് കമ്പയർ ചെയ്യാം. അത്തരത്തിൽ കൃത്യമായി ക്ലാസിഫൈ ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് കമ്പാരിസൺ വളരെ ഈസി ആയിരിക്കും എന്നുള്ളതാണ്. ആൻഡ് ഡ്രോ വാലിഡ് ഇൻഫറൻസസ്. ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ കൺക്ലൂഷനിൽ എത്തിച്ചേരുക എന്നതാണ് അർത്ഥം. അപ്പോൾ കൃത്യമായി കൺക്ലൂഷനുകളിൽ എത്തിച്ചേരണമെങ്കിൽ ഇത്തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ കൃത്യമായി നടത്തണം എന്നുള്ളതാണ്. മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത് ഹെൽപ്ഫുൾ ഫർദർ അനാലിസിസ്. ഫർദർ അനാലിസിസിന്
വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഈ ഒരു ഡാറ്റ ക്ലാസിഫൈ ചെയ്തതിൻ്റെ ബേസിലായിരിക്കും അടുത്ത ഫർദർ അനാലിസിസ് വരുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്റർ മാർക്കുകൾ ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ മാർക്ക് കുട്ടികൾ നേടിയ, ആവറേജ് മാർക്ക് നേടിയ കുട്ടികൾ, പാസ്സാവാത്ത കുട്ടികൾ, അതായത് ഫെയിലായ കുട്ടികൾ തുടങ്ങിയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫർദർ അനാലിസിസിനും അവർക്ക് വേണ്ടിയുള്ള റെമഡിയൽ ക്ലാസ്സുകൾ നടത്തുന്നതിനൊക്കെ ഹെൽപ്ഫുള്ളാണ്. എലിമിനേറ്റ് അൺവാണ്ടഡ് ഡാറ്റ. അപ്പോൾ അതിൽ തന്നെ നമുക്ക് അൺവാണ്ടഡ് ഡാറ്റ ഉണ്ടെങ്കിൽ ഒഴിവാക്കണം. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ പരീക്ഷ എഴുതി, ഇപ്പോൾ സെക്കൻഡ് സെമസ്റ്ററിൽ പഠിക്കുന്ന സമയത്ത് തന്നെ TC വാങ്ങി പോയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഡാറ്റ നമുക്ക് ഒഴിവാക്കണമെങ്കിൽ ഇതിനെല്ലാം കൃത്യമായി ക്ലാസിഫൈ ചെയ്ത് എഴുതി വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ. അൺവാണ്ടഡ് ആയിട്ടുള്ള ഡാറ്റ ഏതാണെങ്കിൽ അതിനെ ഒഴിവാക്കാൻ കഴിയും. ഇത്രയുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ്. ഇനി ഒരു നല്ല ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള റിക്വിസിറ്റ്സ് ആണ്, അല്ലെങ്കിൽ ഒരു ഐഡിയൽ ക്ലാസിഫിക്കേഷൻ, മോഡൽ ക്ലാസിഫിക്കേഷന് വേണ്ടിയുള്ള റിക്വിസിറ്റ്സ് എന്തൊക്കെയാണെന്നാണ്. ആദ്യത്താണ് എക്സ്ഹോസ്റ്റീവ് എന്ന് പറയുന്നത്. അതായത് ഒരു ഹെഡിൻ്റെ കീഴിൽ വരുന്ന എല്ലാ ഐറ്റങ്ങളെയും അവിടെ ഉൾപ്പെടുത്തിയിരിക്കണം എന്നുള്ളതാണ് എക്സ്ഹോസ്റ്റീവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ റിക്വിസിറ്റാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. അതായത് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ക്ലാസിഫൈ ചെയ്യപ്പെട്ടുള്ള ഐറ്റമുകൾ തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കണം എന്നുള്ളതാണ്. ക്ലസ്റ്ററുകൾ തമ്മിൽ വ്യത്യാസമുണ്ടായിരിക്കണം. അതായത് കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടികൾ ഒരു ഗ്രൂപ്പ്, എ ഗ്രൂപ്പ്, അതായത് 75% മുകളിൽ മാർക്ക് കിട്ടിയുള്ള കുട്ടികളുടെ ഒരു ഗ്രൂപ്പ്, 75-നും 50%-നും ഇടയിൽ മാർക്ക് കിട്ടിയ കുട്ടികളുടെ ബി ഗ്രൂപ്പ്, ഇതുപോലെ തന്നെ 50% താഴെയുള്ള സി ഗ്രൂപ്പ്. ഇത്തരത്തിൽ 3 ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എ ഗ്രൂപ്പിലുള്ള ഒരു കുട്ടി ബി ഗ്രൂപ്പിലോ, ബി ഗ്രൂപ്പിലുള്ള ഒരു കുട്ടി സി ഗ്രൂപ്പിലോ വരാൻ പാടില്ല. അപ്പോൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിരിക്കണം ഇത്തരത്തിലുള്ള ക്ലാസിഫൈഡ് ഡാറ്റ എന്ന് പറയുന്നത്. ദെൻ സ്യൂട്ടബിലിറ്റിയാണ്. ഇത് ആരാണോ ഉപയോഗിക്കുന്ന ആൾക്ക് കൃത്യമായിട്ട് അയാളുടെ പർപ്പസിന് ഉതകുന്ന തരത്തിലായിരിക്കണം ഈ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. മറ്റൊന്ന് ഹോമോജിനിറ്റിയാണ്. ക്ലാസിഫൈ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിനുള്ളിലുള്ള ഡാറ്റയെല്ലാം ഒരുപോലെ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, നേരത്തെ നമ്മൾ പറഞ്ഞ എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്, എ ഗ്രൂപ്പിനുള്ള കുട്ടികൾക്കെല്ലാം 75%-ന് മുകളിൽ മാർക്കുള്ള കുട്ടികൾ ആയിരിക്കണം എന്നുള്ളതാണ്. ബി ഗ്രൂപ്പിൽ അതിന് പറഞ്ഞ ഇതിനനുസരിച്ച് 75-നും 50-നും ഇടയിൽ. ഓക്കെ, അടുത്ത് ഫ്ലെക്സിബിലിറ്റിയാണ്. ഫ്ലെക്സിബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുതിയൊരു ഡാറ്റ അതിലേക്ക് ആഡ് ചെയ്യാം. അതായത് നമ്മൾ 75%-ന് മുകളിൽ ഉള്ള കുട്ടികളെ ഗ്രൂപ്പ് ചെയ്തു, അതിനുശേഷമാണ് മനസ്സിലായത് അതിലൊരു കുട്ടിയെ നമ്മൾ സ്കിപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ കൂടി അതിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള സംവിധാനവും നമ്മുടെ ക്ലാസിഫിക്കേഷനിൽ ഉണ്ടായിരിക്കണം. അതാണ് ഫ്ലെക്സിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് അരിത്തമെറ്റിക്കൽ ആക്യുറസിയാണ്. നമ്മൾ റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഡാറ്റയ്ക്ക് മാത്തമാറ്റിക്കലായിട്ടുള്ള കൃത്യത ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ക്ലാസിഫൈ ചെയ്യുന്നതിന് കൃത്യമായ മാത്തമാറ്റിക്കൽ ആക്യുറസി ഉണ്ടായിരിക്കണം. അറേഞ്ച്ഡ് ഇൻ പ്രോപ്പർ ആൻഡ് സിസ്റ്റമാറ്റിക് വേ. ഇതെല്ലാം ക്ലാസിഫൈ ചെയ്യുമ്പോൾ അറേഞ്ച് ചെയ്തിരിക്കണം, കൃത്യമായി പ്രോപ്പർ വേയിൽ അറേഞ്ച് ചെയ്തിരിക്കും. ഇത്രയുമാണ് ഒരു നല്ല ക്ലാസിഫിക്കേഷന് വേണ്ട ഗുണങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷനാണ്. ഏതെല്ലാം തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും 4 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതിലാദ്യത്താണ് ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ നിങ്ങൾക്കത് കേട്ടാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. ജിയോഗ്രഫിക്കൽ, ഏരിയ തിരിച്ച് അല്ലെങ്കിൽ റീജിയൻ തിരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ. ഇപ്പോൾ നോർത്ത് ഏരിയ, സൗത്ത് ഏരിയ, വെസ്റ്റ് ഏരിയ, ഈസ്റ്റ് ഏരിയ തുടങ്ങിയുള്ള ഏരിയകളിൽ ഏരിയ തിരിച്ച് ഫോർ എക്സാമ്പിൾ സെയിൽസ്, നോർത്ത് ഏരിയയിലെ സെയിൽസ്, വെസ്റ്റ് ഏരിയയിലെ സെയിൽസ്, സൗത്ത് ഏരിയയിലെ സെയിൽസ് തുടങ്ങിയിട്ടുള്ള കണക്കുകൾ ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ. ക്രൊണോളജിക്കൽ, നിങ്ങൾ അക്കൗണ്ടൻസി പഠിച്ചപ്പോൾ തന്നെ ആദ്യം പഠിച്ചിട്ടുള്ള ഒരു വേർഡാണ് ക്രൊണോളജിക്കൽ ഓർഡർ. ഹിസ്റ്റോറിക്കൽ, ടൈം ബേസിലായിരിക്കും. ആദ്യം നടന്നതിനെ ആദ്യം റെക്കോർഡ് ചെയ്യാം. ജനുവരി മാസത്തിലെ സെയിൽസ്, ഫെബ്രുവരി മാസത്തിലെ സെയിൽസ്, അതുപോലെ തന്നെ മാർച്ച് മാസത്തിലെ സെയിൽസ് തുടങ്ങിയ കൃത്യമായ ഓർഡറായിട്ട് ടൈം ബേസിൽ ഡാറ്റ റെക്കോർഡ് ചെയ്യപ്പെടുന്നതിന് അതിന് ക്രൊണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്ത പറയുന്നത് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷനാണ്. അതായത് ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ടിൻ്റെ ബേസിലോ ക്യാരക്ടറിൻ്റെ ബേസിലോ ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യുന്നതിനാണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത്. അടുത്ത ന്യൂമറിക്കൽ ഓർ ക്വാണ്ടിറ്റേറ്റീവ്, അതായത് സംഖ്യാടിസ്ഥാനത്തിലോ
ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ബേസിലോ നമ്മളൊരു ഡാറ്റ ക്ലാസിഫൈ ചെയ്യുകയാണ് എങ്കിൽ, അതായത് 0-നും 10-നും ഇടയിൽ മാർക്ക് നേടിയ എത്ര കുട്ടികൾ, 10-നും 20-നും ഇടയിൽ മാർക്ക് നേടിയ എത്ര കുട്ടികൾ എന്ന രൂപത്തിൽ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, ന്യൂമറിക്കൽ ഓർ ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്കിനി കാണാം. ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ കണ്ടോ, ജിയോഗ്രഫിക്കൽ, ദാറ്റ് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് ഏരിയ ഓർ റീജിയൻ വൈസ്. അടുത്ത് നോക്കൂ, ക്രൊണോളജിക്കൽ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾസ് കാണാം. ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ ശ്രദ്ധിച്ചോളൂ. ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ സെയിൽസ് കണ്ടോ, നോർത്ത് ഏരിയ, സൗത്ത് ഏരിയ, ഈസ്റ്റ് ഏരിയ, വെസ്റ്റ് ഏരിയ, എത്ര സെയിൽസ് ഉണ്ട് എന്നുള്ളതാണ്. അടുത്ത് നോക്കൂ, ക്രൊണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ കണ്ടോ, കൃത്യമായിട്ട് മന്ത് ബേസ്, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ തുടങ്ങിയിട്ട് ക്രോണോളജിക്കൽ ആദ്യം സംഭവിച്ചത് ഏതാണോ അതാണ് ഏറ്റവും ആദ്യം റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അടുത്ത് നോക്കൂ, ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. അവിടെ എന്ത് ശ്രദ്ധിച്ചോളാം, അവിടെ മാത്തമാറ്റിക്കൽ ഫിഗേഴ്സിനല്ല പ്രാധാന്യം നൽകിയിട്ടുള്ളത്, മറിച്ച് നോൺ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള നോൺ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. In a qualitative classification, the data are classified according to the presence or absence of attributes in given units. അപ്പോൾ എന്തായിരിക്കാം ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്? സെക്സ്, ലിറ്ററസി, എഡ്യൂക്കേഷൻ, ക്ലാസ്, ഗ്രേഡ്, എക്സെട്ര. ഇതിൽ തന്നെ രണ്ട് സബ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, സിമ്പിൾ ക്ലാസിഫിക്കേഷൻസും manifold classification. Simple classification എന്ന് പറയുന്നത് if the classification is done into two classes then it is known as simple classification. അതായത് നമ്മൾ കളക്ട് ചെയ്യപ്പെട്ട ഡാറ്റ മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ള രണ്ട് സബ് കാറ്റഗറീസ് ഉള്ളൂ എങ്കിൽ അതിന് സിമ്പിൾ കാറ്റഗറീസ് അല്ലെങ്കിൽ സിമ്പിൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയാവുന്നതാണ്. പോപ്പുലേഷൻ എഡ്യൂക്കേറ്റഡ് ആണോ അൺഎഡ്യൂക്കേറ്റഡ് ആണോ. ഓക്കെ, അപ്പോൾ മാനിഫോൾഡ് പറഞ്ഞാൽ ഒന്നിന് കീഴെ ഒന്നായിട്ട് വരുന്നതാണ് മാനിഫോൾഡ്. In this classification, the classification is based on more than one attribute at a time. അതിൻ്റെ എക്സാമ്പിൾ പറയുന്നു, താഴെ നോക്കൂ, പോപ്പുലേഷൻ സ്മോക്കേഴ്സും നോൺ സ്മോക്കേഴ്സും. സ്മോക്കേഴ്സിൽ തന്നെ ലിറ്ററേറ്റ് ആയിട്ടുള്ള സ്മോക്കേഴ്സ് എത്ര, ലിറ്ററേറ്റിൽ തന്നെ മെയിൽ എത്രയുണ്ട്, ഫീമെയിൽ എത്രയുണ്ട്. ശ്രദ്ധിച്ചോളാം, സ്മോക്കേഴ്സിൽ തന്നെ ഇല്ലിറ്ററേറ്റ് എത്ര, അതിലെത്ര മെയിൽ, ഫീമെയിൽ. അത്തരത്തിൽ ഒന്നിൽ കൂടുതൽ മാനിഫോൾഡ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട് വെച്ചിട്ടാണ് ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് മാനിഫോൾഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നോക്കുക, ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. അവിടെ എന്താ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻറ്റ് ഓഫ് സം ക്യാരക്ടറിസ്റ്റിക്സ് സച്ച് ആസ് ഏജ്, മാർക്സ്, ഇൻകം, പ്രൊഡക്ഷൻ, സെയിൽസ്, എക്സെട്ര. എക്സാമ്പിൾ നോക്കൂ, 0 to 10 മാർക്ക് 5 കുട്ടികൾ, 10 to 20 7 സ്റ്റുഡൻസ്, 20 to 30 10 സ്റ്റുഡൻസ്. ഇതാണ് എന്ത് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.